പിന്നീട് ഡ്രമ്മിന്റെ ശബ്ദം ഹെലികോപ്റ്ററിന്റെ ഇടിമുഴക്കമായി മാറി. എന്താ നടക്കുന്നത് സാർ? ഞാൻ പറഞ്ഞില്ലേ കുറച്ചു നേരം കാത്തിരിക്കുന്ന. ബ്ലാക്ക് കാറ്റ് കമാൻഡോസിന്റെ തലവനായ ക്യാപ്റ്റൻ സർതാജ് ഇരുമ്പ് കമ്പിൽ കെട്ടി രക്തമൂറുന്ന ശിവായിനെ കണ്ടപ്പോൾ അവന്റെ കണ്ണുകളിൽ കോപത്തിന്റെ തീ തെളിഞ്ഞു. നീ എന്താണ് ചെയ്തിരിക്കുന്നത് നായേ? അവൻ ആരാണെന്ന് നിനക്കറിയില്ലേ? ഹെഡ്ഷോട്ടിന്റെ ധാർഷ്ട്യം ഒരു നിമിഷം പോലും നിലനിന്നില്ല. സർതാജ് പറഞ്ഞത് കേട്ടപ്പോൾ ഹെഡ്ഷോട്ട് ഭീതിയിൽ മങ്ങിപ്പോയി. പക്ഷേ ഹെഡ്ഷോട്ട് എന്തെങ്കിലും പറയാൻ ശ്രമിക്കുന്നതിന് മുമ്പേ ശിവായി ആ സ്ഥലത്ത് നിന്ന് അപ്രത്യക്ഷനായി.